നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും CPIM പാറളം ലോക്കൽ മുൻ സെക്രട്ടറിയും കർഷക നേതാവുമായിരുന്ന MS ബാഹുലയന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഏകാദശിക്ക് സമാപനമായി. ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് ദ്വാദശി പണം സമർപ്പണത്തോടെയും ദ്വാദശി ഊട്ടോടും കൂടിയാണ് സമാപനമായത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് SPCയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ CS രാജു, ചേർപ്പ് സബ് ഇൻസ്പെക്ടർ PA ജെയ്സൺ എന്നിവർ ബോധവൽക്കരണ സന്ദേശം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ വിരമുക്ത ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും CPIM പാറളം ലോക്കൽ മുൻ സെക്രട്ടറിയും കർഷക നേതാവുമായിരുന്ന MS ബാഹുലയന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. അമ്മാടം ജ്യോതി ബസ് സെന്ററിൽ ചേർന്ന അനുസ്മരണ യോഗം കർഷക സംഘം ജില്ലാ പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ആർജിക്കാൻ കഴിയുന്ന മുഴുവൻ നേട്ടങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല. ഒറ്റപ്പെടുത്തുകയാണ്, സമൂഹത്തെ ഒറ്റപ്പെടുത്തുക. അങ്ങനെ വളരെ ഒറ്റപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്. അത് എളുപ്പമുള്ള കേസല്ല. അത് അതിൻ്റെ കാരണം വരാനുള്ള കാരണം സിദ്ധാന്തത്തിലും ഉപരി മാനവിക മൂല്യങ്ങളാണ്. അതുവഴി സിദ്ധാന്തത്തിന് അടിത്തറ കൂടി വളരെ മുന്നോട്ട് പോകുക. അതുപോലെ പ്രാമാണികരായ സൈദ്ധാന്തികർ പറഞ്ഞത് സിദ്ധാന്തമില്ലാത്ത പ്രയോഗവും പ്രയോഗമില്ലാത്ത സിദ്ധാന്തവും കൈപിടിക്കില്ല. അത് അനുഭവം. അപ്പൊ ബാഹുലയേട്ടൻ അദ്ദേഹത്തിന്റെ പരിമിതമായ ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതിക്കകത്തുകൊണ്ട് കാരണം വായിച്ച് നല്ല രൂപത്തിൽ മാസ്റ്റർ ലിനിസത്തിൽ അവബോധം നേടാനായിട്ട് നമ്മുടെ ബാഹുലയേട്ടൻ കഴിച്ചിട്ടുണ്ട്. നല്ല ധാരണകളുണ്ട്. പാർട്ടിക്കകത്ത് ആശയരംഗത്ത് ഒരുപാട് അതാണ് അദ്ദേഹത്തിനുള്ള എനിക്കും കൂടുതൽ ആദരവുണ്ട്. ഏത് തരത്തിലുള്ള പാളിച്ചകൾ സംഭവിക്കുമ്പോഴും ആ പാളിച്ചകൾക്ക് മുമ്പിൽ അടിപതറാതെ ആരുടെ പിന്നിൽ നോക്കാതെ കൃത്യമായ അഭിപ്രായം പറയുന്ന സ്വഭാവമാണ്. രാഷ്ട്രീയ രംഗത്തിലത്തെ കാര്യങ്ങൾ വലിയ പങ്ക് നോക്കിയിരിക്കാതെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ അഭിപ്രായം പറയാൻ കെൽപ്പുള്ള ഒരു സ്വഭാവമായിരുന്നു MS ബാബു. അതിനവിടെ അക്കാദമിക് ക്വാളിഫിക്കേഷനും അടിസ്ഥാന ഘടകമല്ല. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വലിയ ആവശ്യം വരുന്നില്ല. പ്രായോഗികമുള്ള കോമൺ സെൻസും പ്രായോഗിക ബുദ്ധിയുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള ആൾക്ക് മുന്നോട്ട് പറഞ്ഞു. PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി MS സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ജയിച്ച് പ്രസിഡന്റാവുന്നതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് MS ബാഹുലയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുന്നത്. അന്നു മുതൽ ആ സഖാവ് മുഴുവൻ സമയ പ്രവർത്തനാവുകയും നമ്മുടെ ലോക്കൽ ഈ പാർലം പഞ്ചായത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നുള്ള സൗകര്യങ്ങളോ മറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ആ സഖാവിന്റെ പ്രവർത്തനം. CPIM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പിള്ളശ്ശേരി, KK വേലുക്കുട്ടി, TG വിനയൻ, സ്റ്റേനി ചാക്കോ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഏകാദശിക്ക് സമാപനമായി. ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് ദ്വാദശി പണം സമർപ്പണത്തോടെയും ദ്വാദശി ഊട്ടോടും കൂടിയാണ് സമാപനമായത്. ദ്വാദശി ദിനത്തിൽ പുലർച്ചെ തൃപ്രയാർ രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, തുടർന്ന് ദ്വാദശി പണം സമർപ്പണം, ദ്വാദശി ഊട്ട് എന്നിവ നടന്നു. ശുഗപുരം ഗ്രാമത്തിലെ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കത്തിരിപ്പാട്, ചെറുമുക്ക് വൈദികൻ ശ്രീകണ്ഠൻ സോമയാജിപ്പാട്, പന്നിയൂർ ഗ്രാമത്തിലെ തവനൂർ പരമേശ്വരൻ സോമയാജിപ്പാട്, പെരുവനം ഗ്രാമത്തിലെ ഋഷികേശൻ സ്വാമയാജിപ്പാട്,
പെരുവനം ഗ്രാമത്തിലെ ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാട്, ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നടുവിൽ പഴയടത്ത് നീലകണ്ഠൻ അടിത്തിരിപ്പാട് എന്നിവർ ദ്വാദശി പണം സ്വീകരിച്ചു. തുടർന്ന് ദ്വാദശി ഊട്ടും നടന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് SPCയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ CS രാജു, ചേർപ്പ് സബ് ഇൻസ്പെക്ടർ PA ജെയ്സൺ എന്നിവർ ബോധവൽക്കരണ സന്ദേശം നൽകി. ലഹരിക്കെതിരെ സ്റ്റാളിട്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെ ഇവിടെ വരുന്നവർക്ക് 1% ഇത്തരം ഫ്ലക്സുകളും ബോർഡുകളും കണ്ട് അവർക്ക് ഒരു 1% ഉപകാരപ്പെടുമെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളും രക്ഷിതാക്കൾക്കും വളർന്നു വരുന്ന യുവതലമുറയ്ക്കും കരുത്ത് പകരുന്ന അവർക്ക് അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പ്രചോദനമാകുന്ന വിധത്തിലുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ SPC സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ള ഈ സ്റ്റാളിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മൾ ഇന്ന് ഡ്രഗ്സിനെതിരെ ഒരു സന്ധ്യയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇന്നത്തെ ഈ ക്യാമ്പയിൻ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത്. സബ് ജില്ലയിൽ നിന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 6000-ന് മേലെ കലാപ്രതിഭകൾ മാറ്റിവെക്കുന്ന ഈ ഘട്ടത്തിൽ അവരുടെ ഇടയിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലഹരിയാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത്. അതിനെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ് SPC കേഡറ്റുകളുടെ നേതൃത്വത്തിലൂടെ നടത്തി വരുന്നത്. കലോത്സവത്തിലെ SPC പവലിയനിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരച്ച ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ ആശയമായ ചിത്ര പ്രദർശനവും നടന്നു. PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, CPOമാരായ ഡോക്ടർ CM ഷംല, PK തുഷാർ, സീനിയർ അധ്യാപിക CB നന്ദിനി, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ വിരമുക്ത ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉൾക്കൈയിട്ടുണ്ടാരെങ്കിലും ഉൾക്കൈയില്ല അല്ലേ? അപ്പൊ കുഴപ്പമില്ല അല്ലെ? കൈ ഇങ്ങനെ പതുക്കെ ഇവിടെ ചെയ്താൽ പോരെ. ഇഞ്ചക്ഷൻ എവിടെയും ചെയ്യട്ടെ, ഇവിടെ ചെയ്താൽ പോരെ. ഇഷ്ടമുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ പറയണ്ടേ? അങ്ങനെ അപ്പൊ ചെയ്യാലോ. ഒരു ഇഞ്ചക്ഷൻ ചെയ്തൂടെ? ഒരെണ്ണം ചെയ്തൂടെ? ശരി, അപ്പൊ ഇഞ്ചക്ഷൻ ഒന്നുമില്ല, മിഠായി ഉള്ളോ? അപ്പൊ എല്ലാവരും അത് എങ്ങനെ കഴിക്കുക? ചവച്ചരച്ച് കഴിക്കണം അല്ലെ? അതൊക്കെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ കഴിക്കില്ലേ? ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടറെ കാണാൻ പോകും, ഗുളിക വാങ്ങിക്കും, ഗുളിക കഴിക്കും, ഗുളികയ്ക്ക് ഇറക്കൂലേ? അപ്പൊ അതേപോലെ വരാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിരാന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടിരിക്കണേ? വിരശല്യം കേട്ടിരുന്നത്. വയറ്റിലൊക്കെ കുറച്ച് അസുഖങ്ങൾ വരില്ലേ? വേദന തോന്നൂല്ലേ? ഇടയ്ക്ക് വേദന തോന്നും. അതുപോലെ നമുക്ക് ക്ഷീണം വരും അല്ലേ? ഭക്ഷണം കഴിക്കാൻ തോന്നായി വരില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിരയുടെ ഗുളിക നമ്മൾ കഴിക്കാൻ പോകണം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ക്ലെൻസി, ഡോക്ടർ ആര്യ വിജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മിനി ശശികുമാർ, സെന്റ് മാത്യൂസ് ചർച്ച് കൈക്കാരൻ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. പാലിശ്ശേരി ALP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിരവിമുക്ത മരുന്ന് വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു. ചേർപ്പ് BSNL ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രകടനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. PFRDA നിയമം റദ്ദു ചെയ്യുക, വിനാശകരമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, കാർഷിക മേഖല തകർക്കുന്ന നിയമങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കൗൺസിലർമാരായ ഔസിഫ് കോടന്നൂർ, ഗോപിനാഥൻ, രാമൻകുട്ടി മേനോൻ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ NR കാളിക്കുട്ടി, ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചെവ്വൂർ പത്തനാപുരം ശ്രീ മഹാവിഷ്ണു പാർത്ഥസാരഥി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ താമ്പൂല പ്രശ്നം നടത്തി. എറവക്കാട് ശരൺ പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവംബർ 27 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിച്ച താമ്പൂല പ്രശ്നത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. സഖാവ് പി.കെ. പുഷ്പാങ്കദൻ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ 7ാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 28-ാം തീയതി ചന്ത സെന്ററിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗം AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി മണപ്പുറത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് P.K. കറപ്പന് P.K. പുഷ്പാങ്കദൻ സ്മരണാർത്ഥം പുരസ്കാരം നൽകി ആദരിക്കും. അതോടൊപ്പം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി K.K. വത്സരാജ് പുരസ്കാരം വിതരണം ചെയ്യും. CPI ഏങ്ങണ്ടിയൂർ ലോക്കൽ സെക്രട്ടറി സേവ്യർ പുലിക്കോട്ടിൽ, CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം P.K. സുദർശനൻ, CPI ഏങ്ങണ്ടിയൂർ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബിനീഷ് ചില്ലിക്കാൻ, CPI ഏങ്ങണ്ടിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം PR പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. രാവിലെ 9 മണിക്ക് പാർട്ടി ഓഫീസിൻ്റെ പരിസരത്ത് പുഷ്പാർച്ചനയും അതിനുശേഷം ഏങ്ങണ്ടിയൂർ ചന്ത സെന്ററിൽ പൊതുയോഗവും പുരസ്കാര വിതരണവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് AITUC സംസ്ഥാന പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് ആഞ്ചലോസ് ആണ്. പുരസ്കാര വിതരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി K.K. വത്സരാജാണ്. ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ രംഗത്ത് അമൂല്യമായ സംഭാവനകൾ നൽകിയ സഖാവ് PR കറപ്പേട്ടനെയാണ് പുഷ്പാങ്കദന്റെ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഇത്തരത്തിലാണ് പരിപാടികൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ആമുഖം വിതരണം നടത്തി. മണപ്പുറം സമീക്ഷ വൈസ് പ്രസിഡന്റ് MB സജീവൻ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഭരണഘടനാ ആമുഖം നൽകി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 75ാം വർഷം ആഘോഷിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ BJPയുടെ മുൻ MP-മാർ നൽകിയ പരാതി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അത് തള്ളുമ്പോൾ പറഞ്ഞ ഇതിനെപ്പറ്റി തുടർ പഠനമൊന്നും വേണ്ട, അത് തള്ളുകയാണ്. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷിക ദിനത്തിൽ ചെമ്മാപ്പള്ളി സെന്ററിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനും മതേതരത്വത്തെയും സോഷ്യലിസത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ വന്ന സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്ന് യോഗം പറഞ്ഞു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, വിനോഷ് വടക്കേടത്ത്, ഷക്കീർ ചെമ്മാപ്പള്ളി, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ നേതൃത്വം നൽകി. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:45 നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് മരണപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി തകർന്നിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം അറക്കവീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. കാളമുറി തെക്കേ ബസ് സ്റ്റോപ്പിനടുത്ത് സൽമാൻ ബേക്കറി ഉടമയായിരുന്നു. 7 മാസം മുമ്പ് പെരിഞ്ഞനത്ത് വെച്ച് കാറിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഖബറടക്കം ഇന്ന് വൈകിട്ട് ചളിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും.
പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി തുണ്ടത്തിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഭാര്യ സത്യഭാമ. സിന്ധു, മധു, രഘു എന്നിവർ മക്കളും സന്തോഷ്, ദീപ എന്നിവർ മരുമക്കളുമാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7105 രൂപ, പവന് 56,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും CPIM പാറളം ലോക്കൽ മുൻ സെക്രട്ടറിയും കർഷക നേതാവുമായിരുന്ന MS ബാഹുലയന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഏകാദശിക്ക് സമാപനമായി. ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് ദ്വാദശി പണം സമർപ്പണത്തോടെയും ദ്വാദശി ഊട്ടോടും കൂടിയാണ് സമാപനമായത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് SPCയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ CS രാജു, ചേർപ്പ് സബ് ഇൻസ്പെക്ടർ PA ജെയ്സൺ എന്നിവർ ബോധവൽക്കരണ സന്ദേശം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ വിരമുക്ത ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.